നൂർ എന്ന ആൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കുടുങ്ങി കിടക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. നൂർ, താങ്കൾ എവിടെയാണുള്ളത്? താങ്കൾക്കൊപ്പം ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളിപ്പോ ഇവിടെ ഓൾറെഡി 250 ആളുകൾ ഇവിടെ മുണ്ടക്കായി ഈ കരിമുറ്റം എന്ന സ്ഥലത്ത് കരിമുറ്റം എന്നല്ല പുഞ്ചിരിമട്ടത്ത് കുടുങ്ങി കിടക്കുകയാണ്. പക്ഷെ ഇവിടെ സഹായത്തിന് NDRF-ഉം മിലിറ്ററിക്കാരും അവരിവിടൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോ നടക്കുന്നെന്ന് പറഞ്ഞാല് മരിച്ച ബോഡികൾ എടുക്കുന്നുണ്ട്. 2 ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇവരൊക്കെ ഇഞ്ചുറി ആയിട്ട് ഇവിടെ കിടക്കുകയാണ്. അവര് ഹോസ്പിറ്റലിൽ കൊണ്ട സ്ട്രെച്ചറിന് ഇവിടുന്ന് 3 കിലോമീറ്ററോളം ഏറ്റിയിട്ട് അവർ പോകുന്നുണ്ട്. ഇപ്പോ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഇരുടാകുന്നതിനനുസരിച്ച് ഇവിടെ നിൽക്കുന്ന സ്ത്രീകളും കുട്ടികളൊക്കെ കരച്ചിലും പറച്ചിലും പ്രശ്നങ്ങളാണ്. അതായത് മഴ പെയ്താൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം സേഫല്ല, എന്തും സംഭവിക്കും. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ഞങ്ങളുള്ളത്. ഞങ്ങളെ എല്ലാവരും രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗം നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു തരണമെന്ന് എനിക്ക് പറയാനുള്ളത്. നൂറി, അത്യാസന്ന നിലയിലുള്ള ആരെങ്കിലും ഉണ്ടോ പരിക്കേറ്റ്? ഉണ്ട്. പരിക്കേറ്റവരിപ്പോ സ്ട്രെച്ചറിനെ കൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഓൾറെഡി 3-4 പേരുണ്ട്. ഈ ലൊക്കേഷൻ ഒരിക്കൽ കൂടി ഒന്ന് പറയണം നൂർ. ലൊക്കേഷൻ നിങ്ങൾ ട്രീ വാലി റിസോർട്ട് അടിച്ചാൽ മതി. ട്രീ വാലി റിസോർട്ട് അവിടെയാണ് നിങ്ങൾ ഉള്ളത്. അപ്പോൾ എത്ര പേര്? ഞങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് ഒരു 250, മൊത്തത്തിൽ 250 മേലെ ആളുകളുണ്ട്. അപ്പോൾ ഈ ഭക്ഷണമൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ കഴിഞ്ഞോ? ഭക്ഷണമൊക്കെ കഴിക്കാൻ കഴിഞ്ഞോ? ഭക്ഷണം കഴിച്ചിട്ടല്ല, ഈ അരി വെച്ചിട്ട് ചെറിയ കഞ്ഞിയാക്കിയിട്ട് ഓരോ ഗ്ലാസ് എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അതൊന്നും പ്രശ്നമല്ല സാറേ, വിശപ്പിന്റെ പ്രശ്നമല്ല. നമുക്ക് വേണ്ടത് ഈ ഒരുപാട് മുറിവും ഞാൻ തന്നെ ഇപ്പൊ ലൈവായിട്ട് നമ്മളെ 2 വീട്ടിലൊരു 5-8 ബോഡി കിടക്കുന്നുണ്ട്. ഇവരൊക്കെ എടുക്കലും ഇതിനൊക്കെയാണ് ഇവിടെ താമസം മനസ്സിലാക്കുന്നത്. അവരൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തലാണ് മെയിൻ ആവശ്യം. കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട് അവിടെ നിങ്ങളുടെ സംഭവ സ്ഥലത്ത്? ഞാൻ നിൽക്കുന്ന ഏരിയയിൽ കുഞ്ഞുങ്ങളൊക്കെ 50 കുഞ്ഞുങ്ങളുണ്ട്. തീർച്ചയായും. എന്തായാലും നൂർ, വിഷമിക്കാതിരിക്കുക. നിങ്ങളിലേക്ക് അതിവേഗം തന്നെ നിങ്ങളിലേക്ക് രക്ഷാകരം എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കും. അത് ചെയ്യും അധികൃതർ. തീർച്ചയായും അത് നിങ്ങളിലേക്ക് എത്തിക്കും. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. ശരി.